ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി വളർച്ച ഇരട്ടിയാക്കി താരനെല്ലാം മാറുന്നതിനായിട്ടുള്ള നല്ലൊരു ഔഷധക്കൂട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ മുടി നല്ലതുപോലെ സമൃദ്ധമായിട്ട് വളരുവാനായിട്ടും ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ട് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന കറിവേപ്പിലയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ പെട്ടെന്ന് ഇലകളൊക്കെ വലിപ്പം വയ്ക്കുന്നതിനും വളരുന്നതിനും വേണ്ടിയായിട്ട് വിഷാംശം ചേർക്കും. അപ്പോൾ ആ ഒരു വിഷാംശം നമ്മുടെ തലമുടിയുടെ ഉള്ളിലെത്തുകയും അത് മുടിയെ സാരമായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട കാര്യമില്ല. അത് നമുക്ക് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയായിട്ടുള്ളതാണ്. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടുന്നത് അല്പം കുതിർത്ത ഉലുവയാണ്. ഈ ഉലുവ കുതിർക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തന്നെ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ കുതിർത്ത ഉലുവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുടി നല്ലതുപോലെ വളരുവാനും അതുപോലെ തന്നെ മുടിക്ക് കട്ടി ഉണ്ടാവാനും നീളം വയ്ക്കുന്നതിനും എല്ലാം തന്നെ ഉലുവ സഹായിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉലുവ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മുടി വളർച്ചയ്ക്ക്. അപ്പോൾ ഞാൻ ആ കുതിർത്ത വെള്ളത്തിൽ നിന്നും ഈ ഉലുവയൊന്ന് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ അരയേണ്ട കാര്യമില്ല, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവുകയും ചെയ്യരുത്. അല്പം കട്ടിയായിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് മറ്റു വെള്ളം ചേർക്കേണ്ട, ഇത് കുതിർത്ത ഉലുവയുടെ വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉലുവൻ്റെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഉലുവ കുതിർത്തരയ്ക്കുന്നത് കൊണ്ട് തന്നെ അല്പം തരിതരിയായിട്ടുണ്ടാവും. നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂണ് വേണ്ട ആവശ്യമില്ല, ഒരു 3/4 സ്പൂണ് നാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ തലയോട്ടിയിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന താരനൊക്കെ മാറുന്നതിനായിട്ട് ഒരുപാട് സഹായിക്കും. മറ്റു മുടിക്ക് മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, പേടിക്കേണ്ട, നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി ഈ 3 സാധനങ്ങളും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവയും കറിവേപ്പിലയും അരച്ചതും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തേക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഇത് വെക്കുക. മിക്സ് ചെയ്ത ഉടനെ തേക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങളുടെ തല ഡ്രൈ ആയിട്ടാണെങ്കിൽ അങ്ങനെ തേക്കാൻ പാടില്ല. തലയിൽ അല്പം എണ്ണ തേച്ച്, നിങ്ങൾ എന്ത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തലയോട്ടിയിൽ നല്ലതുപോലെ ആദ്യം തേച്ച് പിടിപ്പിക്കണം. അതിന് ശേഷം വേണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അരപ്പ് തേക്കുവാനായിട്ട്. എണ്ണ തേച്ചതിന് ശേഷം ഈ അരപ്പ് നല്ലതുപോലെ തലയോട്ടിയിലാണ് കൂടുതലായിട്ട് നിങ്ങൾ തേക്കേണ്ടത്, മുടിയിലല്ല. തലയോട്ടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന താരനെല്ലാം ഇളകിയെങ്കിൽ മാത്രമാണ് നമുക്ക് മുടി വളർച്ചയെല്ലാം നല്ലതുപോലെ ഉണ്ടാവുകയും മുടി കൊഴിച്ചിൽ നിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 3/4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ തല കഴുകി കളയാനായിട്ട് പാടുള്ളൂ. അത്രയും നേരം നമ്മുടെ തലയോട്ടിയിൽ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ നീരും അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും നമ്മുടെ തലയോട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിന് ആ ഒരു സമയമാണ് 3/4 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതുപോലെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്നത് മുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടി നല്ലതുപോലെ കെട്ടിവെക്കുക. എന്നിട്ട് 3/4 മണിക്കൂർ നിങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഷാമ്പു യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുടി കഴുകുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മുടിക്ക് നല്ല കറുപ്പ് കിട്ടുവാനായിട്ടൊക്കെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലും താരനും ഉള്ള എല്ലാ ആളുകളും നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു കൂട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ശതമാനം റിസൾട്ട് ഉറപ്പുവരുത്തുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്.